കൂട്ടായി പള്ളിവളപ്പിലെ ഒരു പറ്റം മത്സ്യത്തൊഴിലാളികളുടെ പുറംലോകമറിയാത്ത ലഹരി. മദ്യത്തിനും സിന്തറ്റിക് ലഹരിക്കുമൊപ്പം യുവതലമുറയും പ്രായമായവരും നെട്ടോട്ടമോടുമ്പോൾ പ്രാവുകളെ ലഹരിയായി കണ്ട് അവയെ പരിപാലിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹോബി. മലപ്പുറം ജില്ലയിലെ മംഗലം പുറത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തീരദേശ ഗ്രാമമായ കൂട്ടായിയുടെ പടിഞ്ഞാറ് ഭാഗം പള്ളിവളപ്പ് എന്ന കടൽ തീരത്താണ് ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ സന്തോഷകരമായ പ്രാവ് വളർത്തൽ. ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ഹോബിയാണ് പ്രാവ് വളർത്തലും അതിനെ പരിപാലിക്കലും, അതിലുപരി പ്രാവ് പറത്തൽ മത്സരത്തിൽ പങ്കെടുക്കലും. ഇത് നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ കാരണന്മാരൊക്കെ ഒരുപാട് വളർത്തിയിരുന്നത്. ഏകദേശം ഒരു 4-5 തലമുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ അനിയന് ഏകദേശം ഒരു 10-30 വർഷമായിപ്പോൾ ഈ കൂട് ഇവിടെ വെച്ചിട്ട്. ഇപ്പോൾ പ്രാവിനിപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ അനിയനാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 120 പ്രാവുകളുണ്ട് നമ്മളെ അടുത്ത്. ഇത് തിരുവനന്തപുരം, കണ്ണൂർ ഈ ഭാഗങ്ങൾ. ഈ പ്രാവ് ഇപ്പോൾ നമ്മൾ വാങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഒരു അച്ചായൻ്റെ അടുത്ത് പോലീസുകാരനാണ് ആള്. അവിടെ 24 മണിക്കൂർ പറഞ്ഞതാണ്. അത് ഫുൾ ടൈം പറഞ്ഞ പ്രാവാണ്. മത്സരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് കാലത്ത് 6 മണിക്ക് ഒരു റഫറിമാരായിട്ട് 2 പേര് വരും ഇവിടെ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ സ്പോട്ടിൽ നിന്നിട്ട് നമ്മൾ പ്രാവിനെ ഇവിടെ പറഞ്ഞിരിക്കും. അത് ഏകദേശം 7:20, 7:30 വരാതിന് സമയം കൊടുക്കാം. ആ സമയത്ത് പറന്നിറങ്ങുമ്പോഴാണ് ഇതിൽ യഥാർത്ഥത്തിൽ 7:30 ആരെ പ്രാവ് ഇറങ്ങാം, അവർക്കാണ് ഫസ്റ്റ് കിട്ടുക. ഇടയ്ക്കിടെ നടക്കുന്ന പ്രാവ് പറത്തൽ മത്സരത്തിൽ നിരന്തരമായി പ്രൈസ് അടിക്കുന്ന ഒരു വിഭാഗവും ഇവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പറക്കുന്ന പ്രാവുകൾക്കാണ് സമ്മാനം ലഭിക്കുക. സംസ്ഥാന, ജില്ലാ, താലൂക്ക് അടിസ്ഥാനത്തിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഇവരുടെ പ്രാവുകൾ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മൈന, സബ്ജ, വെള്ള അടക്കം ലക്ഷങ്ങൾ വില വരുന്ന പ്രാവുകൾ പോലും ഇവിടെയുണ്ട്. പ്രാവ് നമ്മളെടുത്ത് ഏകദേശം ഒരു 30 രൂപ. ഇത് 27 റുപ്യൻ്റെ പ്രാവാണ്. 27,000 റുപ്യൻ്റെ പ്രാവാണ്. പിന്നെ ഏകദേശം 50-60 വരെയുള്ള പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗോതമ്പ്, കടല, അതേപോലെ രായി, പിന്നെ പല പ്രാവിനെ അനുസരിച്ചുള്ള ഫുഡ് വേറെ ഉണ്ട്. ഇതിന് പറവക്ക് വേണ്ടിയിട്ടുള്ള അതൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രാവിന് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂട്ടായി പള്ളിവളപ്പ്. ഇതിപ്പോ തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം നമ്മളെ കാരണന്മാരൊക്കെ വളർത്തി വന്നതാണ്. ഇപ്പൊ ഇവിടെ പ്രാവ് കൂടെ വെച്ചിട്ടിപ്പോ ഒരു 10-15 വർഷമായി. ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോ സർക്കാർ വക നമുക്കൊന്നും ഇല്ല. ഇതിപ്പോ നമ്മളെ കയ്യിൽ നിന്ന് തീറ്റ എടുത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ കടല കളിക്കേണ്ടി പേരിൽ ഇപ്പൊ പ്രാവിന് തിന്നാൻ കൊടുക്കാൻ തന്നെ പൈസ ഇല്ലാത്ത രൂപത്തില്ല. 1000-2000 റുപ്യ വേണം തിന്നാൻ കൊടുക്കാൻ ദിവസം. ഇല്ല, അതിനെപ്പറ്റി പറയാനായിട്ട് ആളുകൾ വന്നിങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നിൻ്റെ പുതുതലമുറയും പ്രായമായവരും മദ്യത്തിനും സിന്തറ്റിക് ലഹരിക്കും പിന്നാലെ പോകുമ്പോഴാണ് ഈ പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയ സന്തോഷമായി പ്രാവ് വളർത്തലെന്ന ലഹരിയിൽ ഇവർ ആനന്ദം കണ്ടെത്തുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞു വന്നാൽ പിന്നെ ഇവർ എല്ലാവരും ഈ പ്രാവുകൂടിന് സമീപം എത്തും. പിന്നെ പ്രാവുകളെ പറ്റിയുള്ള കഥകളും മത്സരങ്ങളെ പറ്റിയുള്ള വർണ്ണനകളും ഒക്കെയാണ്. ഏകദേശം 30 വർഷത്തിന് മുകളിലായി ഈ പ്രദേശത്ത് ഈ പ്രാവുകൂട് സ്ഥാപിച്ചിട്ട്. ജില്ലക്ക് പുറത്തുനിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും പ്രാവുകളെ വാങ്ങുവാൻ ഇവിടെ പ്രാവ് പ്രേമികൾ എത്തുന്നുണ്ട് എന്നത് തന്നെ ഈ നാടിനെ മറ്റു മേഖലകളിലേക്ക് എത്തിക്കുവാൻ ഉതകുന്ന വലിയൊരു കാര്യമാണ്. ഇത്രയും വില കൂടിയ പ്രാവുകളും ഈ പ്രദേശത്തുകാരുടെ പ്രാവുകളോടുള്ള ഇഷ്ടവും ഏറ്റവും നല്ല രൂപത്തിൽ നടക്കുന്ന ടൂർണമെന്റുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അധികാരികൾക്ക് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. ഇവിടം ഒരു ഹൈമാസ്റ്റ് അല്ലെങ്കിൽ ലോമാസ്റ്റ് ലൈറ്റുകൾ പോലും സ്ഥാപിക്കുവാൻ ഇന്നുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല. നമുക്ക് ഇവിടെ ലൈറ്റ് കിട്ടിയാൽ കുഴപ്പമില്ല. ഇതൊക്കെ ഫുൾ ടൈം വർക്കണ പ്രാവാണ്. അപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ കിട്ടാന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. അതൊക്കെ സ്വന്തം പൈസ കിട്ടണം. പുറത്തൊക്കെ ഒരുപാട് മത്സരം നടക്കുന്ന സമയത്ത് ഫുൾ ആളുകളായിരിക്കും. പേര് അക്ബർ, എൻ്റെ പേര് അഫ്സൽ, അനിയൻ്റെ പേര് അക്ബർ, മർഷൂക്ക്. 2 പേരാണ് ഇവർ നടത്തുന്നത്. ഇപ്പോൾ
എന്തിന് ഇത്രയും വില കൂടിയ പ്രാവുകൾ അടക്കമുള്ള ഈ ഓലഷെഡ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫണ്ട് ചിലവഴിച്ച് പ്രാവുകൾക്ക് ഏറ്റവും നല്ല കൂട് ഉണ്ടാക്കുവാൻ പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതും ഖേദകരമാണ്. സർക്കാരോ ബന്ധപ്പെട്ടവരോ അങ്ങനെ ഒരു സഹായവും നൽകിയില്ല എങ്കിലും തങ്ങളുടെ പ്രാവുകളെ മനസ്സും ശരീരവും നൽകി സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും ഇവിടെയുള്ളവർ തയ്യാറാണ്. അക്ബർ, മുഹമ്മദ് അലി വി, അഫ്സൽ കെ, യൂസഫ് എം, കബീർ കെ, ഹബീബ് MP, അബൂബക്കർ AP, അഷ്കർ MP, ഹംസക്കോയ PV, റഫീഖ് VT, റിയാസ് T, ഹബീബ് MP തുടങ്ങിയവരും ഇവരുടെ കൂട്ടുകാരുമാണ് ഈ പ്രാവിന്റെ കമ്പക്കാർ. തങ്ങളുടെ വീട്ടുകാർക്കും ഇത് ഏറെ ഇഷ്ടമാണെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 99 തിരൂർ.